ഒരു പെണ്ണിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ മുജാഹിദ് നേതാവ്. എന്നിട്ടോ കർമ്മശാസ്ത്രം മുഴുവൻ വലിച്ചെറിയൂ നിങ്ങൾ. ഒരു ഫിഖ് അംഗീകരിക്കരുത്, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ വാക്കും നിങ്ങൾ അംഗീകരിക്കരുത്. ഖുർആനും സുന്നത്ത് അത് മുറുക്കി പിടിച്ചോ പരമാവധി. ഇത് പറഞ്ഞ ആളുകൾ എന്തേ ഖുർആനിലെ ഒരു ആയത്തോതി അത് സ്ഥിരപ്പെടുത്താതിരുന്നത്, എന്തേ ഒരു ഹദീസോതി അത് സ്ഥിരപ്പെടുത്താതിരുന്നത്? ഇപ്പൊ തുറന്നു പറയാ, അത് ഫിഖിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാ കാക്ക ഈ സംവാദത്തിലൊക്കെ പോകുമ്പോ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കണ്ടേ? വഷളാവണോ പോയിട്ട്? അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങിക്കൂടെ? എന്തിനാണ് മതം പറയാൻ ഇറങ്ങുന്നത് അറിവില്ലാതെ? എന്നിട്ട് വലിയ ആളായി നടക്കുകയാണോ? അറിവുള്ള ആളുകളില്ലേ ഇവിടെ പറയാൻ? എന്തിനാണ് ബോധിവാസം പറയുന്നത്? അത് ഫിഖിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് വിവരമുള്ള ആളല്ല ഞാൻ, അതുകൊണ്ട് മറുപടി പറയാൻ നിവൃത്തിയില്ല. മറുപടി ആയല്ലോ. ഇതാണ് മുജാഹിദ് പണ്ഡിതന്മാർ. ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കിയാല് പരിപാടി രസാകും. ഇനി നോക്ക് നിങ്ങൾ, ഈ ഓരോ മൗലവിമാരും ഓരോ ആശയങ്ങൾ അന്നാന്ന് ചിന്തിച്ചിട്ട് ഓരോ ദിവസവും ചിന്തിച്ചു കൊണ്ടുവന്ന് അത് സമുദായത്തിന് മുമ്പിൽ പറയാണ്. ഒരു മൗലവി പരസ്യമായിട്ട് പറയുന്ന ഒരു വിഷയം അത് ഞങ്ങൾ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ന് ചിന്തിച്ച ഒരു വിഷയമാണ് അയാൾ അന്ന് പ്രസംഗിക്കുന്നത്. അയാൾ പ്രസംഗിക്കുന്ന അന്ന് ചിന്തിച്ച വിഷയം അത് അദ്ദേഹം അന്ന് പറയാണ്. അത് കേട്ടോ, അതഞ്ഞ് കേൾക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ആ ഡെസ്ക് തള്ളിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോ ഞാൻ ശ്രദ്ധിച്ച്. കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക. ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ. സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്. അതിനെ മേത്ത മൂത്രമൊഴിച്ച് പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോൾ എന്താണ് അല്ലാഹുമ്മ അഊദുബിക്കൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു പഠിപ്പിച്ചു. ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടണമെന്ന്. പക്ഷെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കൊന്നും അതിന്റെ അർത്ഥം കിട്ടൂല. ഇപ്പൊ കാരണം എന്താ പറഞ്ഞു ഇന്ന് ചിന്തിച്ചൊരു വിഷയമാണ്. ഞാൻ ഇപ്പൊ ഡെസ്കാണ് വിളിച്ചാൽ അതിന്റെ ഉള്ളിൽ ജിന്നല്ലേ പെടുക. അപ്പൊ ഞാനിപ്പോ ഇന്ന് ചിന്തിച്ചതാണ്. ഇന്നിപ്പോ എന്തോന്ന് കുടുക്കി ഡെസ്ക് വലിച്ചപ്പോ തവള എന്തോന്ന് കുടുക്കിയതിനുള്ളിൽ അപ്പൊ ചിന്തിച്ചതാണ് ജിന്നാണ്. എന്നിട്ട് പറയുന്നു നോക്ക്, മുജാഹിദിന്റെ നേരത്തെയുള്ള നിലപാട് എന്താണെന്ന് വിവരിച്ചല്ലോ നിങ്ങളോട്. മറഞ്ഞ മാർഗത്തിലൂടെ അല്ലാഹുവല്ലാത്ത ഒരാൾക്കും സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. അതാര് പ്രസംഗിക്കുന്നുണ്ട്? അത് കേട്ടോ നിങ്ങൾ. അതിനെ സംബന്ധിച്ച് വിശദമായി പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതനെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ ബെറ്ററായി മനസ്സിലാവും. പടച്ചതമ്പുരാൻ നിശ്ചയിച്ച ഒരു ദുരന്തത്തിൽ നിന്ന് ആർക്കാണ് കാത്തുരക്ഷിക്കുവാൻ കഴിയുക? എന്റെ മകൾ മാനസിക രോഗം വന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടണമെന്നാണ് പടച്ചതമ്പുരാന്റെ നിശ്ചയമെങ്കിൽ, എന്റെ മകൻ വിഷമേറ്റ് മരണപ്പെടണമെന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ, എന്റെ കച്ചവടം കടം വന്ന് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ഞാൻ പ്രയാസപ്പെടണം, പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് പടച്ചതമ്പുരാന്റെ നിശ്ചയമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏത് ശൈഖിനാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക? ഏത് തങ്ങൾക്കാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക? ഏത് മുസ്ലിയാർ എഴുതി തരുന്ന തകിടിനാണ്, പിഞ്ഞാണത്തിനാണ്, ഉറുക്കിനാണ് എനിക്ക് രക്ഷ നൽകുവാൻ കഴിയുക? തീർച്ചയായും ഇല്ല എന്ന തിരിച്ചറിവ് കണ്ടത്. അപ്പോ അല്ലാഹു നിശ്ചയിച്ച ഒരു അപകടത്തിൽ നിന്ന് അതിൽ നിന്ന് ആർക്കാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, വാഹനാപകടത്തിൽ നിന്ന് ജിന്നുകൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നു. ഉപകാരം ആർക്ക് ചെയ്യാൻ കഴിയും? ഉപദ്രവം അല്ലാഹുവല്ലാതെ ആർക്ക് ചെയ്യാൻ കഴിയും? ഡോക്ടർ സുബൈർ നേരത്തെ പ്രസംഗിച്ചതോ, അദ്ദേഹം പറഞ്ഞതോ, മീൻ വെള്ളം, മത്സ്യം കഴുകിയ വെള്ളം ഒരു സ്ത്രീ ജിന്നിന്റെ മേലെ ഒഴിച്ചു. ഒരു സ്ഥലത്തേക്കാണ് ഒഴിച്ചു. അവിടെ ജിന്ന് കിടന്നുറങ്ങുന്നതായിരുന്നു. അതിൽ ജിന്ന് പ്രതികരിച്ചു. മറഞ്ഞ മാർഗത്തിലൂടെയല്ലേ ഈ ഉപദ്രവം വരുന്നത്? അത് പറ്റുമോ എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് അത് പാടില്ല എന്നല്ലേ, അത് കഴിയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? ജിന്നിന്റെ മേലെ മൂത്രമൊഴിച്ചു എന്നുള്ളതാണ്.
കാരണം ഇപ്പൊ ജിന്നുകളോട് വല്ലാത്ത താല്പര്യമായി മുജാഹിദുകൾ. അപ്പൊ ജിന്നുകൾക്കും അവരോട് വല്ല താല്പര്യമായി. അപ്പൊ അവര് സാധാരണ കിടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നീജിപ്പോ അവരുടെ വീടുകളിൽ കിടക്കാൻ തുടങ്ങി. അപ്പോ ഓരോ മൗലവിമാരുടെ വീടുകളിൽ കയറി നോക്കുമ്പോ ഒരു റൂമിൽ മൗലവി, മറ്റൊരു റൂമിൽ മൗലവിന്റെ ഭാര്യ, മറ്റൊരു റൂമിൽ അങ്ങനെ കരുതമ്മള്, മറ്റൊരു റൂമിൽ മക്കള്, ഇങ്ങനെ കായപ്പോ റൂമൊന്നും ഒഴിവില്ല. പിന്നെ ഇപ്പോ ആ ജിന്നിന് കിടക്കാനുള്ള സ്ഥലം ഇവിടെ ഉള്ളിലുള്ള കക്കൂസിലാണ്. അവിടെ മൂപ്പര് നന്നായി പോയി കിടന്നുറങ്ങാണ്. ഏതായാലും നമ്മളെ പറ്റി പറയുന്നത് നമ്മളെ പുകയത്തുന്ന ആളുമല്ലേ എന്ന് വിചാരിച്ച് അവിടെ പോയി കിടന്നതാണ്. പാതിരാത്രിയിൽ മൗലവിയുടെ ഭാര്യക്ക് മൂത്രമൊഴിക്കാൻ വിട്ടു. അങ്ങനെ ആ പെണ്ണ് ചെന്ന് മൂത്രമൊഴിക്കാൻ സുബ്ഹാനല്ലാഹ് അവിടെ ജിന്ന് കിടന്നുണ്ടായിരുന്നു. മൂത്രങ്ങൾ തട്ടിയ പാടന്നെ ജിന്ന് ഉണർന്നു. ഉണർന്ന പാടന്നെ കാണുന്ന കാഴ്ചത്താണ് സുബ്ഹാനല്ലാഹ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഒരൊറ്റ കാഴ്ച ഇന്നത്തെ ഉറക്കം അവിടെ തന്നെ ആയിക്കോട്ടെ. അതോടുകൂടെ ആ പെണ്ണിക്ക് അപകടം വന്നു എന്നാ പറയുന്നത്. നോക്ക് നിങ്ങൾ, എന്തായിരുന്നാലും ഈ ഉപദ്രവം മറഞ്ഞ മാർഗത്തിലൂടെയാണോ അല്ലേ നിങ്ങളുടെ ഇതുവരെയുള്ള നിലപാടുണ്ടായിരുന്നു? ആ സമയത്തിൽ അങ്ങനെ വാദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് സലാം സുല്ലമി രംഗപ്രവേശനം ചെയ്തു. കാരണം സലാം സുല്ലമി പഠിപ്പിച്ച കുട്ടികളാണ് ഈ പറയുന്നത്. പറഞ്ഞ മാർഗത്തിലൂടെ അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എന്നാൽ മക്കൾ പ്രസംഗിക്കുന്നതോ പടച്ച റബ്ബേ എനിക്ക് പുറത്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ച് തൗബയൊക്കെ ചെയ്ത് മൗലവി കുട്ടികൾ പ്രസംഗിക്കുന്നതോ ജിന്നുകൾ മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കും, പിശാചുകൾ മറഞ്ഞ മാർഗത്തിലൂടെ ഉപദ്രവിക്കുമെന്നാണ്. അപ്പോ സലാം സുല്ലമി എന്ത് ചെയ്തു എന്നറിയോ? ശബാബിൽ നന്നായിട്ടായിട്ട് എഴുതി. അദ്ദേഹത്തിനേക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവൂല, ആളുകൾക്ക് മനസ്സിലാവൂല. അങ്ങനത്തെ ഒരാള് സലാം സുല്ലമി. എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരെ അദ്ദേഹം പറയുന്നുണ്ട് പേരോണ്ടെടുത്തൊക്കെ മൂപ്പരോട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കാരണം പേരോട് നന്നാക്കി പറയാൻ കഴിയുന്നുള്ള മൂപ്പര് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം എഴുതി നോക്ക്, മുല്ല നാസറുദ്ദീന്റെ ഒരു കഥയുണ്ട്. ശരിക്കും കേട്ടോ, കഥല്ല പറയേണ്ടത്. മുല്ലയുടെ മകൻ വെള്ളമെടുക്കാൻ മൺകുടവുമായി അടുത്ത വീട്ടിലേക്ക് പോവുകയായിരുന്നു. മകനെ മടക്കി വിളിച്ച് മുല്ല പറഞ്ഞു, എടാ കുടം പൊട്ടിക്കരുത്. ഇതും പറഞ്ഞ് മകനെ പിടിച്ച് ചന്തിക്ക് 2 അടിയും കൊടുത്തു. ഇത് കണ്ട് ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അവൻ കുടം പൊട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത് കേട്ട മുല്ല തിരിച്ചു ചോദിച്ചു, എടാ വിഡ്ഢി, കുടം പൊട്ടിച്ചതിനു ശേഷം അവനെ തല്ലിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അവ നേരത്തെ തന്നെ മൂപ്പര് കൊടുത്തതാണ്. അത്രക്ക് ബുദ്ധിയുള്ള ആളാണ് മുല്ല. ആ മുല്ലയുടെ ബുദ്ധി പോലുമില്ലാത്ത നവയാഥാസ്ഥിക നേതൃത്വമേ ആരെ വിളിക്കുന്നത്? സലാം സുല്ലമി വിളിക്കാണ് മൗലവി ഗ്രൂപ്പിലെ നവയാഥാസ്ഥിക വിഭാഗമേ, നേതൃത്വമേ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ജിന്ന് സിഹിർ ബാധയുടെയും പിശാച് സേവയുടെയും പിറകെ പോവാൻ സാധ്യതയുള്ള പണ്ഡിത കേസരികളെ സെന്ററിൽ വിളിച്ചു വരുത്തി ചന്തിക്ക് പൊട്ടിക്കുക. പോയതിനു ശേഷം പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ മൗലവിമാരെ ഓരോരുത്തരെയും വിളിച്ചിട്ട് കേൾക്കുന്ന മുജാഹിദിന്റെ പ്രവർത്തകരോടാ പറയുന്നത്. സലാം സുല്ലമിയുടെ പ്രഖ്യാപനമാണ്. നിങ്ങളുടെ ശൈഖുൽ ഹദീസാണല്ലോ അദ്ദേഹം പറയുന്നത് എന്താണ്? മുജാഹിദിന്റെ നേതാക്കൾ ജിന്നിന്റെയും സിഹിറിന്റെയും പൈശാചിക സേവയുടെയും പിന്നാലെ പോകുന്ന ആളുകളെ മുജാഹിദ് സെന്ററിൽ വിളിച്ചു വരുത്തി ചന്തിക്ക് ഈ 2 പൊട്ടിച്ചു കൊടുക്കണം അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതിന് അദ്ദേഹം ഗണ്ണിച്ചു. ആര് ഗണ്ണിച്ചു? ശിഷ്യൻ ഗണ്ണിച്ചു. ശിഷ്യൻ എന്താ പറയുന്നത്? ശിഷ്യൻ തുറന്നു പറഞ്ഞൊരു കാര്യം, അതിന് നമുക്ക് വളരെ സന്തോഷം. നമുക്ക് നമ്മളെ കാര്യം വിജയിക്കാന്നുള്ള സക്കരിയ സ്വലാഹി അയാൾ തന്നെ പറഞ്ഞാൽ പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ അയാൾ പറയുന്നതാണ് ഇപ്പോഴത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ. എന്താണ് അയാൾ പറയുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോ. ഇസ്ലാഹ് മാസിക മാർച്ച് 2007 20-ാം പേജ് അതിൽ പറയുന്നു, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഏത് വിഷയങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ വിഷയം സാധിക്കണമെങ്കിൽ കാര്യകാരണ ബന്ധങ്ങളുമായി ബന്ധപ്പെടണം, കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം, എന്നാലേ അത് ലഭിക്കുകയുള്ളൂ. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. ഇതല്ലേ മൗലവിമാരെ നമ്മൾ പറഞ്ഞത്? മുഹയ്യിദ്ദീൻ ശൈഖ് സഹായിക്കും, ബദരീങ്ങൾ സഹായിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും. എങ്ങനെ? അത് അല്ലാഹു
വ്യവസ്ഥപ്പെടുത്തിയ രൂപത്തിൽ അവര് കാര്യകാരണ ബന്ധങ്ങളാണ്, അവരുമായി ബന്ധപ്പെട്ടാലേ ലഭിക്കുകയുള്ളൂ. കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ട ലോകമാണിത്. എങ്ങനെയെന്നറിയുന്നില്ല. ഇപ്പൊ തുറന്നെഴുതിയിരിക്കുകയാണ്, ജിന്നുകളും പിശാചുക്കളും സഹായിക്കും ഉപദ്രവിക്കും എന്ന് പറഞ്ഞത്. നമുക്കത് പിടികിട്ടുന്നില്ലെങ്കിലും എങ്ങനെയെന്ന് ചോദിക്കരുത്, അത് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ രൂപത്തിലാണ്. ഇതല്ലേ നമ്മളും പറഞ്ഞത്.